ആപ്പിളിൻ്റെ iPhone 11 Pro 2019 നമുക്ക് ആപ്പിളിൽ നിന്ന് കിട്ടിയ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിരുന്നു. അതും ഈ ഫോണിന് ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ iPhone 12 സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം അതിനൊപ്പം നിൽക്കുന്ന ഒരു ഫോൺ തന്നെയായിരുന്നു. അത് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പ്രൈസിങ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കാൻ നേരത്ത് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് 64 GB സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റിന് 75,000 റുപ്പീസിനാണ് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഈ ഫോൺ ഡയറക്റ്റായിട്ടൊരു കോമ്പറ്റീഷൻ വരുന്ന ഫോൺ എന്ന് പറയുന്നത് iPhone 12 മിനിയും iPhone 12 ആണ്. അത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ 2021 നിങ്ങൾക്ക് iPhone 11 Pro വാങ്ങിക്കണോ അതോ 12 സീരീസിലേക്ക് പോകണോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ. 11 Pro കാണുമ്പം ഇതിന് നല്ലൊരു അപ്പീലുള്ള ഒരു ഫോണാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടെ പ്രീമിയം സീരീസ് നിൽക്കുന്ന ഒരു ഫോൺ എന്ന് വേണം പറയാൻ. ഇപ്പോൾ ആപ്പിളിൻ്റെ പ്രീമിയം സീരീസ് ഫോൺസിനകത്ത്, അതായത് ഈ പ്രോ സീരീസ് ഫോൺസിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം ആയിരിക്കും വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് വരും. അത് ഈ ബാക്ക് ഗ്ലാസ്സിന് ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ക്യാമറ പോർഷനിൽ ഒരു ഗ്ലോസ് ഫിനിഷ് ആണെങ്കിലും അല്ലാത്ത സെക്ഷൻ നോക്കുവാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, ഈ 11 Proൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇപ്പോൾ 2021 നോക്കുവാണെങ്കിൽ പോലും ഒരു പഴയ യൂണിറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വാങ്ങിച്ചതൊന്നുമല്ല, ഒരു പഴയ യൂണിറ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു യൂണിറ്റിനകത്ത് പോലും നല്ല രീതിയിലാണ് നിൽക്കുന്നത്. അതായത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര പ്രീമിയം ബിൽഡാണ്. അത് മാത്രമല്ല എവിടെ ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ ഫോൺ വളയുന്നൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ അത് കൂടാതെ തന്നെ ഈ ഫ്രെയിമിനകത്ത് സ്ക്രാച്ച് വീഴുമെങ്കിലും ബാക്ക് ഗ്ലാസ് നല്ലോണമാണ് നിൽക്കുന്നത്. അതായത് എനിക്ക് എൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റ് നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് iPhone 12ഉം 12 മിനിയിൽ നിന്ന് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ 11 Proന്. പിന്നെ ഇവിടുത്തെ ഡിസൈനകത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ 12 സീരീസ് ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ കേർവ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കേർവ് ആയിട്ട് വരാൻ നേരത്ത് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ 12നെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഫീലാണ് നമ്മൾ കൈ പിടിക്കാൻ നേരത്ത്. അതും ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഈ ഫോണിൻ്റെ സൈസ് ഒരുപാട് വലുതല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡ് കേർവ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഫോൺ തെന്നിപ്പോന്നുള്ള പേടി അധികം വേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ബട്ടൺസിൻ്റെ കാര്യം എടുക്കാൻ നേരത്തെ തന്നെ ബട്ടൺസ് പെർഫെക്റ്റ് ആണ്. പിന്നെ നമുക്കിവിടെ ഒരു ഒറ്റ പോർട്ട് മാത്രമേ ഉള്ളൂ, ലൈറ്റിംഗ് പോർട്ടാണ്. അപ്പോൾ അതിനകത്തും കംപ്ലൈൻറ്റ് ഒന്നും വന്നിട്ടില്ല. അതായത് ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി എടുക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ iPhone 12ഉം 12 മിനിയായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ സൈഡ് ഫ്ലാറ്റ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നമുക്ക് iPhone 12 സീരീസിനകത്ത് ഒരു സെറാമിക് ഷീൽഡ് എന്ന് പറഞ്ഞ ഗ്ലാസ് ഫ്രണ്ട് ഉപയോഗിച്ചെന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഇതിൻ്റെ ഗ്ലാസിനകത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇപ്പോൾ നോക്കാൻ നേരത്തെ ഇപ്പോൾ 2021 12ഉം 12 മിനിയായിട്ട് iPhone 11 Pro കമ്പയർ ചെയ്യുവാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റിക്ക് അത് എന്തായാലും 11 Pro തന്നെ ചൂസ് ചെയ്യും. അത് മാത്രമല്ല ഡിസൈനകത്ത് തന്നെ ഇങ്ങനെ കേർവ് വന്നേക്കുന്നത് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിസൈനും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടേക്കുന്നത് iPhone 11 Pro തന്നെയാണ് ഇപ്പോൾ 2021 പോലും. അതിൻ്റെ വെയിറ്റിൻ്റെ കാര്യം നോക്കാൻ നേരത്ത് പോലും ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, 188 grams ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൈ പിടിക്കാൻ നേരത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളും തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയുടെയും കാര്യം. അതായത് ഇപ്പോൾ 2021 നോക്കുവാണെങ്കിൽ പോലും iPhone 11 Pro എന്ന് പറയുന്നത് നല്ലൊരു ഡിസൈനും അതിനൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ഫോണാണ്. ഇപ്പോൾ ഡിസൈനകത്ത് നമുക്ക് ഫ്രണ്ടിൽ വേണമെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് പറയാം, കാരണം നോച്ച് ഉള്ളതുകൊണ്ട്. പക്ഷേ ഐഫോൺസിനകത്ത് എല്ലാത്തിനകത്ത് നോച്ച് വരുന്നുണ്ട്. അത് ഈ നോച്ച് വന്നേക്കുന്നതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. അതായത് നമുക്ക് ഫേസ് ഐ ഡിക്ക് വേണ്ടിയാണ് വന്നേക്കുന്നത്. അതും ഫേസ് ഐ ഡി എന്ന് പറയുന്നത് iOS 14.5 നമുക്ക് മാസ്ക് വെച്ചാൽ പോലും ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ അൺലോക്ക് ചെയ്യുന്നതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതെന്ന് പറയുന്നത് ഒരു ഫീച്ചറായിട്ട് നോക്കാൻ നേരത്ത് നല്ല കൺവീനിയൻസ് ഉള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ മാസ്ക് വന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ നോച്ചിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഈ ഫോൺ ഉപയോഗിച്ച് തുടങ്ങി കഴിയുമ്പോൾ ഈ നോച്ച് അങ്ങനെ അധികം ശ്രദ്ധിക്കത്തില്ല. അത് മാത്രമല്ല ഇവിടെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 5.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അത് ഈ ഡിസ്പ്ലേ നമ്മളിപ്പോൾ iPhone 12 അല്ലെങ്കിൽ 12 മിനി ആയിട്ട് കമ്പയർ ചെയ്യുമോ അല്ലെങ്കിൽ നമ്മളിപ്പം 12 Pro ആയിട്ട് കമ്പയർ ചെയ്താൽ പോലും ഇപ്പോഴും ഈ iPhone 11 Proൻ്റെ ഡിസ്പ്ലേ നല്ലൊരു ഡിസ്പ്ലേ ആണ്. അതായത് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനൊപ്പം നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. കാരണം ഇതൊരു OLED പാനലാണ്. അത് ഇതിനകത്ത് HDR10 സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ റെസൊല്യൂഷൻ നോക്കുവാണെങ്കിൽ 2436x1125 ആണ്. അതായത് നമുക്ക് കൊടുത്ത പിക്സൽ ഡെൻസിറ്റി 458 ppi ആണ്. ഞാൻ നമുക്ക് വൈറ്റ് കളർ P3 സപ്പോർട്ടും പിന്നെ ട്രൂ ടോണും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് 3D ടച്ച് സപ്പോർട്ട് വരുന്നില്ല. പക്ഷേ എന്നാൽ പോലും നമുക്കിപ്പോൾ ഐഫോണിൻ്റെ പുതിയ സീരീസ് നോക്കുവാണെങ്കിൽ 12 സീരീസ് നോക്കുവാണെങ്കിൽ അതിനകത്ത് 3D ടച്ച് സപ്പോർട്ടൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സിനകത്ത് iPhone 12നെയും 12 മിനിയെ കാട്ടി നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ HDR കണ്ടന്റ് കാണുമല്ലെങ്കിൽ 800 nits വരെ പോകുന്നുണ്ട്. പിന്നെ HDR കണ്ടന്റ് ആണെങ്കിൽ 1200 nits വരെയും പോകുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. പെർഫെക്റ്റ് ആയിട്ടാണ് കളേഴ്സ് നിൽക്കുന്നത്. പിന്നെ വ്യൂയിങ് ആംഗിൾസിനകത്തൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ അത് മാത്രമല്ല ഇതൊരു IR റിഫ്രഷ് റേറ്റ് പാനൽ അല്ലെങ്കിൽ പോലും ഇവിടുത്തെ 60 Hz വെച്ച് ഇതിനെ നമുക്ക് നല്ല ഒപ്റ്റിമൈസേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രൊസസർ ഇപ്പോഴും നല്ലൊരു പവർഫുൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസിനാണ് അതിനകത്ത് വന്നേക്കുന്നത്. അതായത് വീഡിയോ കാണാനും അല്ലെങ്കിൽ നമുക്ക് ഗെയിം കളിക്കാനും ഒക്കെ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. അതായത് എനിക്ക് ഇതിനിപ്പോൾ 12 സീരീസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈ 2021 പോലും അങ്ങനെ തന്നെയാണ് ഈ iPhone 11 Proൻ്റെ ഡിസ്പ്ലേ നിൽക്കുന്നത്. നമുക്ക് ഡിസ്പ്ലേയും ഡിസൈനും ബിൽഡ് ക്വാളിറ്റി എടുക്കാൻ നേരത്ത് ഇപ്പോൾ iPhone 12 സീരീസ് എടുത്താൽ പോലും അതുമായിട്ട് അങ്ങനെ ഒരു വ്യത്യാസം പറയാൻ പറ്റാത്തൊരു ഫോൺ തന്നെയാണ് ഈ iPhone 11 Pro എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പെർഫോമൻസിലേക്ക് കയറാൻ നേരത്ത് അതിനകത്തും ഇപ്പം നമുക്കൊരു വ്യത്യാസം പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന A13 ബയോണിക് ചിപ്പ് എന്ന് പറഞ്ഞ പ്രൊസസ്സർ നല്ല പെർഫോമൻസ് തരുന്നൊരു പ്രൊസസ്സർ തന്നെയാണ്.
അതിനകത്ത് ലാഗോ കാര്യങ്ങളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. അത് നമുക്ക് ഫ്യൂച്ചറിൽ നോക്കാൻ നേരത്തെ ചിലപ്പോൾ നമുക്ക് iPhone 12 സീരീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പെർഫോമൻസ് ഇഷ്യൂ കാണാൻ പറ്റും. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല iOSന്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് നോക്കാൻ നേരത്തെ ഇനി ഒരു 4 വർഷത്തേക്കും കൂടി ഈ ഫോണിനകത്ത് സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടണം. അത് നമുക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിനകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല ഈ iPhone 11 Pro'നകത്ത്. അത് പെർഫോമൻസിൻ്റെ കാര്യത്തിന് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ഗെയിം കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇൻറ്റൻസായ എന്ത് ടാസ്ക് ചെയ്താലും ഈ ഫോൺ അങ്ങനെ ഭയങ്കര ചൂടാവത്തില്ല, അതങ്ങനെ സ്ലോ ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിനകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു വർഷത്തേക്കുള്ള ഒരു എക്സ്ട്രാ കാര്യം iPhone 12 ഇതിനെക്കാട്ടി എന്തായാലും കിട്ടും. അതായത് നമുക്ക് അതിനകത്ത് ഒരു വർഷത്തേക്കുള്ള എക്സ്ട്രാ സോഫ്റ്റ്വെയർ സപ്പോർട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്കും കൂടി നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു ഫോണായി മാറും iPhone 12 സീരീസ്. പക്ഷേ ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു 4 വർഷത്തേക്ക് എടുക്കാൻ നേരത്ത് ബാറ്ററിക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഇപ്പം നമുക്ക് ഭയങ്കര ഹൈപ്പായിട്ട് പറയേണ്ട ആവശ്യമില്ല. അത് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് കയറുവാണെങ്കിൽ ഇവിടുത്തെ ബാറ്ററി എന്ന് പറയുന്നത് ഈ ഫോണിനകത്ത് ഉപയോഗിച്ചിരുന്ന ബാറ്ററി എന്ന് പറയുന്നത് iPhone 12 മിനിയെക്കാട്ടി ഒരുപാട് ബെറ്റർ ആണ്. പിന്നെ iPhone 12 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും കുറച്ചും കൂടെ നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് ഈ iPhone 11 Pro നിന്ന് കിട്ടിയേക്കുന്നത്. അതായത് ഇവിടുത്തെ ബാറ്ററിയുടെ സൈസ് നോക്കുവാണെങ്കിൽ 3046 mAh ബാറ്ററിയാണ്. അത് ഞാൻ ഉപയോഗിച്ച സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇത് പുതിയ യൂണിറ്റ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം ഹെവി യൂസിനകത്ത് തന്നെ ഒരു 6 മണിക്കൂർ റേഞ്ചിലേക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് iOS വേർഷനകത്താണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ഓൺ ടൈം വരാൻ നേരം നമുക്ക് ഒരു ദിവസത്തേക്കൊന്നും ഒരു വലിയ പ്രശ്നം വരത്തില്ല. ഒരു ദിവസമൊക്കെ നമുക്ക് ചാർജ് ചെയ്താൽ ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മൾ ഭയങ്കര ഹെവി യൂസർ അല്ല, ഒരു ആവറേജ് യൂസറോ അല്ലെങ്കിൽ ലൈറ്റ് യൂസറൊക്കെ ആണെങ്കിൽ ഒരു 1.5 ദിവസമൊക്കെ ബാറ്ററി ബാക്ക് വരികയും ചെയ്യും. അത് നമുക്ക് iPhone 12 mini ആയിട്ട് കമ്പയർ ചെയ്യണം. ഞാൻ iPhone 12 mini ആണ് എൻ്റെ ഡെയിലി ഫോണായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് 2 വട്ടം ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഫോണിനകത്ത് ഇല്ലായിരുന്നു. പിന്നെ iPhone 12 ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ പോലും ഇതൊരു പുതിയ യൂണിറ്റ് ആണെങ്കിൽ അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് ബാറ്ററി ബാക്കപ്പ് ഈ യൂണിറ്റിന് കിട്ടണം. പിന്നെ നമുക്ക് ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് കയറാൻ നേരത്തെ ഈ ഫോണിനകത്തും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അത് ഈ ഫോൺ ഇപ്പം നമുക്ക് ഒഫീഷ്യലായിട്ട് ആപ്പിൾ വിൽക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മുമ്പേ ഉണ്ടാക്കിയ യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റിൻ്റെ കൂടെ നമുക്കൊരു ചാർജർ വരുന്നുണ്ട്. അത് നമുക്കൊരു 18 വാട്ട് ഫാസ്റ്റ് ചാർജർ ഈ യൂണിറ്റ് കൂടെ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഈ ഫോണുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 20 വാട്ട് ഫാസ്റ്റ് ചാർജർ വാങ്ങിച്ച് അങ്ങനെയും ചാർജ് ചെയ്യാം. അത് മാത്രമല്ല ഈ ഫോണിനകത്ത് വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. മാക്സ് സേഫ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നില്ല. പക്ഷേ മാക്സ് സേഫ് ചാർജിങ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് വയർലെസ് ചാർജിങ് തന്നെയാണ്. അതും ആ വയർലെസ് ചാർജിങ്ങിനകത്ത് ചൂട് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് കിട്ടുമെന്നല്ല, അത് വേറൊരു അഡ്വാൻറ്റേജ് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് തോന്നിയിട്ടില്ല. ചാർജിങ് സ്പീഡ് കൂടുതലാണ്, പക്ഷേ എന്നാലും അതൊരു വലിയ വ്യത്യാസമായിട്ട് തോന്നുന്നില്ല നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ആ വയർലെസ് ചാർജിങ്ങിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചാർജ് എടുക്കാനും പറ്റും. പിന്നെ ഈ ഫോണിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്കൊരു ചാർജിങ് ബ്രിക്ക് കിട്ടുന്നതും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ അടുത്ത കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിനകത്തും IP റേറ്റിംഗ് വരുന്നുണ്ട്. അതായത് ഈ ഫോണിനകത്ത് IP68 റേറ്റിംഗ് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് 4 മീറ്റർ ഒരു 30 മിനിറ്റത്തേക്കുള്ള വാട്ടർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അത് നമുക്ക് iPhone 12 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണെങ്കിൽ പോലും ഈ വാട്ടർ റെസിസ്റ്റൻസ് നല്ലോണം തന്നെ കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ഇത്രയും നേരം നോക്കിയ കാര്യത്തിനകത്തൊന്നും ഈ iPhone 11 Pro എന്ന് പറയുന്നത് iPhone 12 അല്ലെങ്കിൽ 12 mini നിന്ന് താന്ന് നിൽക്കുന്ന ഒരു ഫോണല്ല. അത് മാത്രമല്ല ബാറ്ററിക്കകത്ത് ഈ iPhone 11 Proന് ഒരു അഡ്വാൻറ്റേജ് ആ iPhone 12 12 mini നിന്ന് കിട്ടുന്നുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു വ്യത്യാസം വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ക്യാമറയ്ക്കകത്താണ്. ഇപ്പോൾ ക്യാമറയിൽ വ്യത്യാസം വരുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണും. കാരണം ഈ ഫോണിനകത്ത് iPhone 11 Proനകത്ത് ബാക്കി 3 ക്യാമറ വരുന്നുണ്ട്. iPhone 12 അല്ലെങ്കിൽ 12 mini നോക്കുവാണെങ്കിൽ 2 ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. അതും ആ 2 ക്യാമറ തമ്മിലുള്ള കമ്പാരിസൺ വെച്ച് പറയുമ്പോഴാണ് ആ ഒരു വ്യത്യാസം വന്നേക്കുന്നത്. അതായത് നമുക്ക് ആ ഒരു വ്യത്യാസം ഒന്ന് എടുത്ത് പറയേണ്ടത് വീഡിയോ റെക്കോർഡിങ്ങിനകത്താണ് വന്നേക്കുന്നത്. അതായത് നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിനകത്ത് iPhone 12 സീരീസിനകത്ത് HDR വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ HDR വീഡിയോ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഗുണകരമായ ഒരു ഓപ്ഷൻ ആണെങ്കിൽ പോലും അത് എത്രത്തോളം ഉപയോഗിക്കുന്നുള്ളത് ഇതുവരെ ആരും അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിനകത്താണ് ഒരു വലിയ വ്യത്യാസം കണ്ടേക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു 4K 60 FPS വീഡിയോ എടുക്കുവാണെങ്കിൽ അങ്ങനെ ഭയങ്കര വ്യത്യാസം ഈ iPhone 11 Proൻ്റെ വീഡിയോയിലും iPhone 12 വീഡിയോനകത്തും കണ്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അല്ലാത്ത കാര്യം നോക്കാൻ നേരത്ത് ഫോട്ടോയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ നമുക്ക് 3 ക്യാമറയാണ് ഈ iPhone 11 Proയിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു 12 മെഗാപിക്സൽ f1.8 ആപ്പച്ചർ വരുന്ന ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇതിനകത്ത് നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട്. അത് നമുക്ക് 12 സീരീസിനകത്ത് 12 Proയിലും 12 Pro Maxനകത്ത് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 12 മെഗാപിക്സൽ ക്യാമറ തന്നെയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f2.0 ആണ്. അത് ഇതിനകത്ത് നമുക്ക് 2x ഒപ്റ്റിക്കൽ സൂമാണ് കിട്ടുന്നത്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പിന്നെ അവസാനത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതൊരു 12 മെഗാപിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f2.4 ആണ്. അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. അത് നമ്മളിവിടെ ഈ മെയിൻ ക്യാമറയും ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും തമ്മിൽ iPhone 12 12 mini ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ല ലൈറ്റിങ്ങിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വ്യത്യാസം കാണാൻ വളരെ പാടാണ്. ആ ഒരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള ലൈറ്റ് സിറ്റുവേഷൻ അത് എടുക്കുമ്പോഴാണ്. അത് നമുക്ക് ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ എടുക്കുമ്പോൾ മാത്രമേ ആ ഒരു വ്യത്യാസം ചെറുതായിട്ട് അറിയാൻ പറ്റൂ. അല്ലാതെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കങ്ങനെ ഭയങ്കര വ്യത്യാസമില്ല. കാരണം നമ്മുടെ iPhone 11 Proൻ്റെ മെയിൻ ക്യാമറയും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എടുക്കുന്ന ഫോട്ടോസ് നോക്കുവാണെങ്കിൽ നല്ല ലൈറ്റിങ്ങിലാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയ ഷോട്ട്സ് ആണ്. അതായത് നമുക്ക് ഡൈനാമിക് റേഞ്ച് പെർഫെക്റ്റ് ആണ്. അത് മാത്രമല്ല ഡീറ്റെയിൽസ് എല്ലാം നല്ലോണം തന്നെ നിൽപ്പുണ്ട്. പിന്നെ കളേഴ്സിനകത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ 12 സീരീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം എടുത്തറിയുന്നില്ല. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ലൈറ്റ് കുറഞ്ഞൊരു സിറ്റുവേഷനിൽ എടുക്കാൻ നേരത്ത് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസസിങ്ങിനകത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വന്നേക്കുന്നത് iPhone 12 സീരീസ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് മെയിൻ ക്യാമറ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നിൽക്കുന്നത്. പിന്നെ iPhone 11 Proനെ നമ്മൾ iPhone 12 mini 12 ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ടെലിഫോട്ടോ ക്യാമറ വന്നേക്കുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം
പോർട്രേറ്റ് ഫോട്ടോസ് ബെറ്റർ ആയിട്ട് വരുന്നത് ഐഫോൺ 11 പ്രോനകത്ത് തന്നെയാണ്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു ക്യാമറ, ഈ ടെലിഫോട്ടോ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ആ പോർട്രേറ്റ് ഷോട്ട്സിനകത്തുള്ള വ്യത്യാസം നല്ലോണം കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഷോട്ട്സ് പ്രിഫർ ചെയ്യുന്നത് ഐഫോൺ 11 പ്രോൻ്റെയാണ്. പക്ഷേ നമ്മൾ അല്ലാതെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഈ HDR വീഡിയോ റെക്കോർഡിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ HDR വീഡിയോ എന്ന് പറഞ്ഞൊരു കാര്യം നല്ല രീതിയിലായി വരാൻ നേരത്ത്, അതായത് നമുക്ക് കൂടുതൽ സപ്പോർട്ട് ഉള്ള ഡിവൈസ് വരുന്ന സമയത്ത് ആ ഒരു ഹൈപ്പ് ഐഫോൺ 12 പ്രോയ്ക്ക് കിട്ടും. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം അങ്ങനെ ഭയങ്കര ഹൈപ്പായിട്ട് നിൽക്കുന്നില്ല. പക്ഷേ എന്നാൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കാൻ നേരത്ത് ഐഫോൺ 12 സീരീസിന് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഫോട്ടോയ്ക്കകത്തും ആ പ്രൊസസിങ്ങിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജും കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ബാക്ക് ക്യാമറയുടെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോകാൻ നേരത്ത് ഫ്രണ്ടിൽ വന്നേക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് ഒരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ എന്ന് പറഞ്ഞാൽ f2.2 ആണ്. അത് ഇതിനകത്ത് നമുക്ക് നോക്കാൻ നേരത്തുള്ള വ്യത്യാസം എന്ന് പറയുന്നത് HDR വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ഇല്ലെന്നുള്ള കാര്യം മാത്രമാണ്. അല്ലാതെ പറയുവാണെങ്കിൽ ഈ രണ്ട് ക്യാമറ, നമ്മൾ 12 സീരീസിൻ്റെ ക്യാമറയും ഐഫോൺ 11 പ്രോൻ്റെ ക്യാമറയും നോക്കുവാണെങ്കിൽ രണ്ടിനകത്തും 4K 60 FPS ഒരു വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് HDR വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ മാറ്റി കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് 11 പ്രോനകത്തോ അല്ലെങ്കിൽ 12 സീരീസിനകത്തോ അങ്ങനെ ഭയങ്കര വ്യത്യാസമില്ല. പക്ഷേ നമുക്ക് സെൽഫിക്കകത്ത് കുറച്ചുകൂടെ വ്യത്യാസം എനിക്ക് തോന്നിയായിരുന്നു. സെൽഫിക്കകത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വന്ന സെൽഫീസ് എന്ന് പറയുന്നത് ഐഫോൺ 12 സീരീസ് എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊസസിങ്ങിൻ്റെ ആയിരിക്കും കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽസ് കൂടിയ രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫോക്കസിങ്ങിനകത്തൊക്കെ ബെറ്റർ ആയിട്ട് നിന്നൊരു ഫോട്ടോ ആയിട്ട് തോന്നിയത് ഐഫോൺ 12 സീരീസ് തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം. അപ്പോൾ ഈ ക്യാമറ സിസ്റ്റം എടുക്കാൻ നേരത്ത് എന്തായാലും ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ചെറുതായിട്ടാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഐഫോൺ 12 സീരീസും ഐഫോൺ 11 പ്രോ ആയിട്ട് നോക്കാൻ നേരത്തുണ്ട്. പിന്നെ നമുക്ക് ഭയങ്കര വ്യത്യാസം വന്നേക്കുന്നത് ഈ HDR സപ്പോർട്ട് ഇല്ലാത്തൊരു കാര്യം മാത്രമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ HDR വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര ഹൈപ്പുള്ളൊരു കാര്യമല്ല. അത് കൂടുതൽ സപ്പോർട്ടുള്ള ഡിവൈസ് വന്നു കഴിയുമ്പോൾ മാത്രമേ അതിന് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറയാൻ പറ്റൂ. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ എപ്പോഴും ഉള്ളത് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് ഐഫോൺ 12 സീരീസിന്. അതും അങ്ങനത്തെ രീതിയിൽ നിൽക്കുന്ന വേറൊരു കാര്യങ്ങളുണ്ട് ഐഫോൺ 12 സീരീസിനകത്ത്. അതെന്ന് പറഞ്ഞാൽ 5G സപ്പോർട്ടാണ്. അത് നമുക്ക് ഐഫോൺ 12 സീരീസിനകത്ത് 5G സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഐഫോൺ 11 പ്രോനകത്ത് 5G സപ്പോർട്ട് ഇല്ല. അപ്പോൾ അതൊരു വലിയൊരു ഫാക്ടറായിട്ട് നിൽക്കും. കാരണം എന്ന് വെച്ചാൽ 5G നമുക്ക് ഇന്ത്യയിലും പ്രോപ്പറായിട്ട് വരാൻ മാക്സിമം എടുക്കാൻ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇനി ഒരു 2 വർഷമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കഴിയാൻ നേരത്ത് 5G എന്തായാലും അവൈലബിൾ ആവും. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ആ ഒരു സമയം നോക്കാൻ നേരത്ത്, പ്രത്യേകിച്ചും ഇത്രയും വലിയൊരു ബഡ്ജറ്റ് എടുത്തൊരു ഫോൺ എടുക്കുമ്പം ആ ഒരു സമയത്ത് 5G സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫോൺ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷനായി വരും. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊരു പോരായ്മ ഐഫോൺ 11 പ്രോന് ഇപ്പോൾ ഉണ്ട്. നിങ്ങളൊരു പുതിയ യൂണിറ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഐഫോൺ 11 പ്രോനകത്ത് എടുത്ത് പറയേണ്ട രണ്ട് കാര്യം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ക്യാമറയ്ക്കകത്ത് വന്നേക്കുന്ന ഒരു വ്യത്യാസം, പിന്നെ അത് കണക്ക് തന്നെ ഈ 5G ഇല്ലാത്തൊരു കാര്യമാണ് ഐഫോൺ 11 പ്രോൻ്റെ ഇപ്പോൾ 2021 ഒരു വലിയ പോരായ്മ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറേ വില കുറഞ്ഞായിരിക്കും അത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഈ ഒരു പോരായ്മ അങ്ങനെ വല്ലതായിട്ട് എടുത്ത് നിൽക്കത്തില്ല. പക്ഷേ നമ്മളൊരു 75,000 റുപ്പീസ് കൊടുത്ത് ഒരു പുതിയ യൂണിറ്റ് എടുക്കുവാണെങ്കിൽ അന്നേരം നമ്മൾ 12ഉം 12 മിനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 12 മിനി മാറ്റി വയ്ക്കാം. കാരണം 12 മിനിക്ക് അത് ബാറ്ററി വലിയ മോശമായിട്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. അതിനുവേണ്ടി നമ്മൾ 12ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അതൊരു വലിയ പോരായ്മ തന്നെയാണ്. അല്ലാതെ നമ്മൾ പറയുവാണെങ്കിൽ ഐഫോൺ 11 പ്രോ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു പെർഫെക്റ്റ് ഫോൺ തന്നെയാണ്. അതിനായിട്ടുള്ള അഡ്വാൻറ്റേജ് അതിനകത്തുണ്ട്. അതായത് നമുക്കിപ്പോൾ 12ആയിട്ട് കമ്പയർ ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്നൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാറ്ററിക്കകത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സ്ക്രീൻ ഓൺ ടൈം ഐഫോൺ 11 പ്രോനകത്ത് വരും. പിന്നെ അത് കൂടാതെ തന്നെ പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയാണ് ഐഫോൺ 11 പ്രോയിൽ വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റവും പെർഫെക്റ്റ് ആവരണം തന്നെയാണ്. അതായത് എനിക്ക് 12നെക്കാട്ടിയും കുറച്ചും കൂടെ റിച്ച് ആയിട്ടുള്ള സൗണ്ട് വന്നേക്കുന്നതായിട്ട് തോന്നിയത് ഐഫോൺ 11 പ്രോൻ്റെ സ്പീക്കർ സിസ്റ്റത്തിൽ നിന്നാണ്. പിന്നെ ഇവിടുത്തെ ഇയർ പീസിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നല്ല ലൗഡ്നെസ് ഉള്ളൊരു ഇയർ പീസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ അവസാനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ 5 തന്നെയാണ്, വൈഫൈ വേർഷൻ 6 ആണ്. നമുക്ക് ഐഫോൺ 11 പ്രോയിലും 12നകത്തും അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ സെൻസേഴ്സിനകത്തും വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. അതാണ് ഇവിടെ NFC കിട്ടുന്നുണ്ട്. നമുക്ക് ആപ്പിൾ പേ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടുത്തെ ഐഫോൺ 11 പ്രോൻ്റെ കാര്യങ്ങൾ 2021 നോക്കിയാൽ പോലും നല്ലോണം തന്നെയാണ് മിക്കത് നിൽക്കുന്നത്. ആ കൂടെ നമുക്ക് ഐഫോൺ 12ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളിനകത്ത് വന്നേക്കുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് 5G ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ അതിനൊക്കെ ക്യാമറയ്ക്കകത്തുള്ള ആ ഒരു എക്സ്ട്രാ സപ്പോർട്ടും ഇല്ല. പിന്നെ ആ ഒരു പ്രോസസ്സിങ്ങിനകത്തുള്ളൊരു ചെറിയ വ്യത്യാസം കാണുന്നതാണ്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ 11 പ്രോ ഇപ്പോഴും നല്ലൊരു ഫോൺ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റ് വരാൻ നേരത്ത് നിങ്ങൾക്ക് 12ഉം 11 പ്രോയും തമ്മിലൊരു ഓപ്ഷൻ വരുവാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ ഒരു 75,000 കൊടുത്തെടുക്കാൻ പോവുകയാണെങ്കിൽ എന്തായാലും 11 പ്രോനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷൻ, ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഐഫോൺ 12 തന്നെയാണ്. അതായത് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് ആണ് നോക്കുന്നത്, നിങ്ങൾക്ക് നല്ലൊരു ഡീലാണ് കിട്ടുന്നതെങ്കിൽ 11 പ്രോ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ലൊരു ഫോൺ തന്നെയാണ്. ഇനി ഒരു 3-4 വർഷത്തേക്ക് നിങ്ങൾക്ക് നല്ലോണം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ കൂടിയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.